ഫ്രണ്ട്സ്, നമുക്കിന്ന് എങ്ങനെയാണ് സ്വീക്വൻസ് പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ റോസ് കളറിലുള്ള സ്വീക്വൻസ് കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ അതേ കളറിലുള്ള സ്വീങ് ത്രെഡും എടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലോത്തിന് മാച്ചായിട്ടുള്ള സ്വീങ് ത്രെഡ് എടുത്താലും മതി. ഞാനിപ്പോൾ സ്വീക്വൻസിന് മാച്ചായിട്ടുള്ള സ്വീങ് ത്രെഡിലാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് സിംഗിൾ തന്നെ ആയിട്ട് മതി ഇതിൻ്റെ അറ്റം കെട്ടിട്ട് കൊടുക്കാം. അറ്റം കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ആദ്യം സീക്വൻസ് ഇങ്ങനെ വെച്ച ശേഷം ആദ്യം നമ്മൾ നീഡിൽ പഞ്ച് ചെയ്ത് ത്രെഡ് എടുക്കുക. അതിനുശേഷം ഒരു സീക്വൻസിനെ കൊണ്ട് വെച്ചിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു സീക്വൻസ് വെച്ച ശേഷം നമ്മൾ നീഡിൽ യൂസ് ചെയ്തിട്ട് ആ സീക്വൻസിന് ഉള്ളിൽ അതിൻ്റെ ഹോളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. തൊട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്തു, വീണ്ടും അതേപോലെ ഒരു സീക്വൻസ് വയ്ക്കുക. അതിനുള്ളിലൂടെ ത്രെഡ് ഹോളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും പഞ്ച് ചെയ്യാം അടിയിൽ. അങ്ങനെ ഓരോ എല്ലാം ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് ഇടുന്നതിൽ. ഓരോ ഹോളിൻ്റെ ഉള്ളിലൂടെ ഓരോ ചെയിൻ സ്റ്റിച്ച് എടുത്തു. ഇനി ഒരു സീക്വൻസിനെ ഇവിടെ വെച്ച ശേഷം വീണ്ടും ആ ഹോളിലൂടെ ഒരു സ്റ്റിച്ച്. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നീഡിൽ യൂസ് ചെയ്തിട്ട് ഇതാണ് അപ്പോൾ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. ഇത് വന്നിട്ട് അടുപ്പിച്ച് ചെയ്യുന്ന പോലെ ഒരു ത്രെഡിൻ്റെ ഹോളിലൂടെ ഇട്ട ശേഷം അടുത്ത ഹോളിലൂടെയാണ്, അടുത്ത സീക്വൻസിൻ്റെ ഹോളിലൂടെയാണ് ഇടുന്നത്. ഉണ്ടോ? നമ്മൾ നേരത്തെ രണ്ടറ്റത്തും ചെയ്ത് കൊടുത്തു. ഹോളിൻ്റെ അപ്പുറവും ഇപ്പുറവും ചെയ്തു കൊടുത്തു. ഒരു ഹോളിൻ്റെ രണ്ട് സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇതിലൊരു സീക്വൻസിൻ്റെ ഒരു ഹോളിൽ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എന്താ ഈ ഹോളിൻ്റെ പഞ്ച് ചെയ്ത് ത്രെഡ് റൊട്ടേറ്റ് ചെയ്ത് എടുത്ത ശേഷം അടുത്ത സീക്വൻസ് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഹോളിലൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നു. ഇവിടെ വെച്ച് നമുക്ക് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനുള്ളിലൂടെ തന്നെ
പഞ്ച് ചെയ്ത് എൻഡ് നോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതൊരു മെത്തേഡായില്ലേ. അപ്പോൾ ഇതൊരു മെത്തേഡ്. ഇതൊന്ന് പറഞ്ഞാൽ ഓരോ സീക്വൻസ് നമുക്ക് എടുത്ത് കാണുന്ന പോലെയും, മറ്റൊന്ന് കുറച്ച് അടുക്കി ഒതുക്കി വെച്ച് നമ്മൾ ഈ പ്ലേറ്റുകളൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗിയുണ്ട് അന്ന പോലെ. അതുപോലെയാണ് ഇത് മേലേക്ക് സൈഡിലോടെ ഇങ്ങനെ വെച്ച് കൊണ്ടുവന്നത്. മേലേക്ക് വെച്ചിരിക്കുന്ന ഒരു മോഡലാണ് ഇത്. ഇങ്ങനെ എടുത്തു. ഇതിന് മുകളിൽ കൂടി ഇട്ട് തൊട്ട് ഇതിനുള്ളിൽ കൂടെ തന്നെ പഞ്ച് ചെയ്ത്, ആ ഹോളിനുള്ളിൽ കൂടെ തന്നെ പഞ്ച് ചെയ്ത് അടുത്ത ത്രെഡ് എടുക്കുകയാണ്. ത്രെഡ് എടുത്തു. എന്നിട്ട് ഈ എടുത്ത ത്രെഡിനെ നമ്മൾ ഈ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് താഴത്തെ നീഡിൽ പിടിച്ച് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതവിടെ ലോക്കായിരിക്കും. പഞ്ച് ചെയ്ത് ത്രെഡ് എടുത്ത ശേഷം അതിലൂടെ ഒരു സീക്വൻസ് ഉള്ളിലൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലൂടെ തന്നെ ഒരു ബീഡ്സും ഇട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു പഞ്ച് ചെയ്തിട്ട് ത്രെഡ് എടുക്കാം. ആ എടുത്ത ത്രെഡിനെ ഈ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ശേഷം ഈ ത്രെഡ് വരുന്ന ഈ ത്രെഡിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഇട്ട് ലോക്ക് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. ഈ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഇട്ട് ലോക്ക് ചെയ്തിട്ടു. വീണ്ടും അതേപോലെ ത്രെഡ് എടുത്തു, ഒരു സീക്വൻസ് ഇട്ട് കൊടുത്തു, ഒരു ബീഡ്സ് ഇട്ടു. എന്നിട്ട് ഇതിലുള്ളിലൂടെ പഞ്ച് ചെയ്ത് അടിയിലെ എടുത്ത ശേഷം ഇതിനുള്ളിൽ ഈ ഹോളിലൂടെ തന്നെ ഇട്ട് പഞ്ച് ചെയ്ത് അടുത്ത ത്രെഡ് എടുത്തു. എടുത്ത ശേഷം ഈ ത്രെഡിനെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് അടിയിലെ ത്രെഡ് പിടിച്ച് വലിച്ചു കഴിയുമ്പോൾ ഇത് ത്രെഡ് കട്ട്, ഇത് ടൈറ്റായി ഹോൾ വരും. ഒരു സീക്വൻസ് ഇട്ട് കൊടുത്തു, ഒരു ബീഡ്സ് അതിനുള്ളിൽ ഇട്ട ശേഷം പഞ്ച് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് ത്രെഡിനെ ലോക്ക് ചെയ്തിട്ടു. വീണ്ടും പഞ്ച് ചെയ്യുക, ത്രെഡ് എടുത്തു, ഒരു സീക്വൻസ് ഇതിലൂടെ ഇട്ടു, ഒരു ബീഡ്സും ഇട്ടു, ആ ഉള്ള ഹോളിലൂടെ പഞ്ച് ചെയ്ത് ഈ ഉള്ള ത്രെഡിനെ ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ ഇട്ട് അടിയിൽ ത്രെഡ് പിടിച്ച് വലിക്കുമ്പോൾ ഇത് ലോക്കാവും.
ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എളുപ്പമാണ് കാണാൻ. നമ്മൾ ചുരിദാറുകളിലും കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ നമുക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്ത്, അതുപോലെ സാരിയിലൊക്കെ ഇതുപോലെ ഡിസൈൻ ചെയ്താൽ വളരെ ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായി കാണാം.